ഇത് പാരൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് കുട്ടികളുടെ മെമ്മറി ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടികളെ പ്രൊഡക്റ്റീവാക്കി നമുക്ക് നിലനിർത്താൻ പറ്റുക. മെമ്മറിയെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയണം. അത് പല പാരൻസിനും അറിയില്ല. പല പാരൻസും വിചാരിക്കുന്നത് എന്താണ്, ഒരു പുസ്തകം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കൊണ്ട് കുട്ടി ഇങ്ങനെ റീഡ് ചെയ്തോളുന്ന. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ എന്നോ ജയിച്ചു പോയിരുന്നില്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെമ്മറിയെ കുറിച്ച് നമ്മൾക്ക് ധാരണ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ ആ ഗെയിം ഒഴിവാക്കുകയാണ്. മെമ്മറി വർക്ക് ചെയ്യുന്നത് നമുക്ക് 3 ടൈപ്പ് ഓഫ് മെമ്മറി ആണുള്ളത്. 3 ടൈപ്പ് ഓഫ് മെമ്മറി ആണുള്ളത്. ഒരു മെമ്മറിയുടെ പേര് സെൻസറി മെമ്മറി എന്നാണ്. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് നമ്മൾ നിൽക്കും. ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്നൊരു കാറിൽ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകാന്ന് വിചാരിക്കുക. നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പോയ ആള് പാസ് ചെയ്തായ പോയാളുടെ മുഖം ഒരു ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് അത് നിന്നിട്ടുള്ളൂ. അതിന് പറയുന്ന പേരാണ് സെൻസറി മെമ്മറി എന്ന് പറയാം. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പെട്ടെന്ന് മാഞ്ഞു പോകും. രണ്ടാമത്തെ മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഒരു 15 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെയൊക്കെ നിൽക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടേം മെമ്മറി. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങളെ തള്ളിയിട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിയൽ ലേണിങ് നടക്കുള്ളൂ. പക്ഷെ ഇത് എങ്ങനെ തള്ളിയിടുക എന്ന് ആർക്കും അറിയില്ല. അവിടെയാണ് പ്രശ്നം. ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ മെമ്മറിയിൽ ഒരു കാര്യം നിൽക്കുന്നുണ്ടെന്ന് പറയാം. അപ്പം പക്ഷെ മെമ്മറി കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്, ആദ്യത്തെ കാര്യമാണ് ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ ഈസ് ദ ഗേറ്റ് വേ ടു മെമ്മറി. ഇപ്പം നേരത്തെ ഞാൻ ഒരു ഗെയിം നമ്മൾ കളിച്ചിരുന്നു തുടക്കത്തിൽ, ഓർമ്മയുണ്ടോ? ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തു. ഡിസ്ട്രാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ അറ്റൻഷൻ അവിടെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മെമ്മറിയിലേക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് മെമ്മറിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. അതിനു മുമ്പ് നമ്മളുടെ ബ്രെയിന്, നിങ്ങൾക്ക് എത്ര പേർക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർമ്മ നിൽക്കുന്ന ആളുകളുണ്ട്? ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമൊക്കെ ഓർമ്മ നിൽക്കുന്ന ആളുകളുണ്ട്. എത്ര പേരുണ്ട്? വർഷങ്ങൾ നിൽക്കും പഠിച്ച കാര്യങ്ങൾ എല്ലാം അല്ല, കുറച്ച് കാര്യങ്ങൾ അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് പോയതാണ്. ഞാൻ ചോദിച്ചത് എല്ലാം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിന്നാ ആകെ പ്രാന്തായി പോവില്ലേ അല്ലേ? അങ്ങനെ നിന്നാ പ്രാന്തായി പോവില്ലേ? എന്താ സംഭവിക്കുക? നമുക്ക് നല്ല മെമ്മറിയാന്ന് വിചാരിച്ചു എന്താ സംഭവിക്കുക? പിന്നെ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത് വണ്ടി തട്ടി മരിക്കും നമ്മൾ കാണുകയാണ്. ഇതെല്ലാ സമയത്തും നമ്മുടെ മുഖത്ത് ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ വന്നുകൊണ്ടിരിക്കുക. ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് വളരെ ഇമോഷണൽ അപ്പൊ മെമ്മറി എന്ന് പറയുന്ന സാധനം എന്താണ്? ശരിക്കും ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മളുടെ ബ്രെയിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെങ്ങനെ അരിച്ചരിച്ചിട്ട് എടുത്ത് പുറത്ത് കളയുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും എന്തല്ല, നമ്മളുടെ ബ്രെയിനിലേക്ക് കയറുന്നില്ല. പലപ്പോഴും തെറ്റായ ഒരു ധാരണയാണ്. കുട്ടികൾ പലപ്പോഴും നിങ്ങളോട് പറയും, ഓക്കെ ഞങ്ങൾ ഫോൺ കണ്ട് പഠിക്കുക എന്ന് പറയും, ഇല്ലേ? ഫോൺ കണ്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ റീല് കണ്ട് പഠിക്കുക എന്ന് പറയും. റീല് ഇവർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ ബ്രെയിനിലൂടെ ഈ സാധനം കയറി ഇറങ്ങുന്നുണ്ട് എന്നല്ലാതെ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അതിനെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന പേരാണ് ഷാലോ ലേണിംഗ്. അതായത് പഠിക്കും എന്ന് നമുക്ക് തോന്നും, പക്ഷെ പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ നോക്കുക, നമ്മൾ ഇന്നലെ എത്ര റീല് കണ്ടിട്ടുണ്ട്? അതിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നും വേണ്ട. നിങ്ങൾ 5000 പരസ്യം നിങ്ങൾ ഒരു ദിവസം കാണുന്നുണ്ട് എന്നാണ് കണക്ക്. 5000 പരസ്യം, റീലായിട്ടും സോഷ്യൽ മീഡിയ ആയിട്ടും ഹോർഡിങ്സ് ആയിട്ടും ഏതെങ്കിലും ഒരു പരസ്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ അടുത്തിടെ എൻ്റെ ഒരു ഫോളോവർ എനിക്കൊരു മെസ്സേജ് അയച്ചു. വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംശയം, നിങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കും. അവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? സാർ, എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വഴികളിലൂടെ നടന്നതും പക്ഷെ ഇന്നലെ കഴിഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. എന്താണെന്നറിയോ? അതിനുള്ള കാരണം ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് നമ്മളുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷൻസ് വളരെ കുറവാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബ്രെയിനിലൂടെ കടന്നു പോകുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ബ്രെയിനിന്റെ മെമ്മറി ഫോൾഡറിലേക്ക് അടുക്കി വെക്കാൻ സമയം കിട്ടും. റീല് കാണുമ്പോൾ ഓരോ മിനിറ്റിലും നിങ്ങൾ അത്രയും ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, കടന്നു പോവാണ്. ഇയാൾക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണ്ടേ? ഇത് കയറുന്നു ഇറങ്ങുന്നു, ഇതാണ് പരിപാടി. എന്നിട്ട് നമ്മൾ പറയും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ ബ്രെയിനിനെ അറിയാത്തതാണ് വലിയൊരു പ്രശ്നം. അതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് എബിൻഗോസ് ഫോർഗറ്റിംഗ് കർവ് എന്ന് പറഞ്ഞൊരു കർവ് ഉണ്ട്. ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ള സ്വഭാവമാണ് ഫോർഗറ്റിംഗ് കർവ്. അതായത് നിങ്ങൾ ഒരു കാര്യം കഴിഞ്ഞ് ഞാനിപ്പോൾ 2 മണിക്കൂർ തോരാതെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. നിങ്ങൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ഇമ്മീഡിയറ്റ്ലി 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ 40% കാര്യം മറന്നു പോകും. നിങ്ങൾക്ക് ഞാൻ 2 മണിക്കൂർ എടുത്ത ഫുൾ സാധനം ഓർത്ത് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് എല്ലാവർക്കും അങ്ങനെയാ. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും 40% കാര്യങ്ങൾ മറന്നു പോകും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ 50% കാര്യങ്ങൾ മറന്നു പോകും. ഒരു ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ 70% കാര്യങ്ങൾ മറന്നു പോകും. 31 ദിവസം ആവുമ്പോഴേക്കും നിങ്ങൾ ഓൾമോസ്റ്റ് 20% മറന്നു പോകും. അതായത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ 70% എന്ത് ചെയ്യും? മറന്നു പോകും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അത് നമ്മുടെ ഭാഗ്യമാണ്. പക്ഷേ ഇത് ആരാണ് എടുത്തു കളയുന്നത്? ബ്രെയിൻ എടുത്തു കളയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ എന്തിലേക്ക് ഇടണം? ലോങ് ടേം മെമ്മറിയിലേക്ക് ഇടണം. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. ആവശ്യമുള്ള കാര്യങ്ങളെ എങ്ങനെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇടാം. അല്ലാത്ത കാര്യങ്ങൾ പോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട. കാരണം ഇൻഫർമേഷൻ ഫ്ലഡ് വന്നാലും വലിയ പ്രശ്നമാണ്. ഇൻഫർമേഷൻ ഫ്ലഡാണ് ഇപ്പോൾ എന്തിൽ നടക്കുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ ബ്രെയിനിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടെന്നല്ലാതെ നമുക്ക് മെന്റൽ ഫാറ്റീഗ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടികൾക്ക് എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ക്ഷീണം ഇപ്പോൾ വരുന്നുണ്ട്. കുട്ടികൾ വന്ന് കിടക്കുകയായിരിക്കും കൂടുതൽ സമയത്തും ചെയ്യുന്നത്. അതിനുള്ള കാരണം മെന്റൽ ഫാറ്റീഗ് എന്ന് പറയുന്ന കാര്യമാണ്. ഫിസിക്കലി ആക്ടിവിറ്റി ചെയ്തതുകൊണ്ടല്ല, നമ്മളുടെ ബ്രെയിനിലൂടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുന്നുണ്ട്. ഒരുപാട് എനർജി അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ക്ഷീണം വരുന്നത്, നമുക്കറിയാം. അപ്പോൾ മെന്റൽ ഫാറ്റീഗിനുള്ള കാരണം ഈ ഫോൺ യൂസേജ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പാരന്റ് എന്നുള്ള രീതിയിൽ. എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 5 മെമ്മറി ടെക്നിക്സ് പഠിപ്പിച്ചു തരാം. 5 മെമ്മറി ടെക്നിക്സ്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 മെമ്മറി ടെക്നിക്സ് ആണ്. ഒന്നാമത്തെ ടെക്നിക്സ് നിങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഉപയോഗിച്ച ടെക്നിക്സ് ആയിരിക്കും. അതിന്റെ പേരാണ് അക്രോണിംസ് ആൻഡ് അക്രോസ്റ്റിക്സ്. അക്രോണിംസ് ആൻഡ് അക്രോസ്റ്റിക്സ് എന്ന് പറയും. അക്രോണിംസ് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അക്രോണിംസ് ആരെങ്കിലും? നിങ്ങൾ പണ്ട് കാലത്ത് പഠിച്ചിട്ടുണ്ട്. മഴവില്ലിന്റെ കളർ വിബ്ജിയോർ ആണ് അല്ലേ? അതൊരു അക്രോണിമാണ്. എന്താ വിബ്ജിയോർ ആണ് എന്ന് പറയുമ്പോൾ? വയലറ്റ്, ഇൻഡിഗോ. നമ്മൾ ഓരോന്നിൻ്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് എടുത്തിട്ട് എന്താക്കി? ഒരു വാക്കായി പഠിച്ചു. അതിനെയാണ് നമ്മൾ അക്രോണിംസ്, ചുരുക്കെഴുത്തുകൾ എന്ന് പറയാം. അപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെറ്ററുകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു വാക്കാക്കി മാറ്റി വെച്ചാൽ മതി. ഒന്നാമത്തെ ടെക്നിക്ക്. ഇനി അക്രോസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ലൈനാക്കി മാറ്റുകയാണെങ്കിൽ, ഒരു പാരഗ്രാഫ് ആക്കി മാറ്റുകയാണെങ്കിൽ അതിന് അക്രോസ്റ്റിക്സ് എന്ന് പറയും. ഇത് കണ്ടോ? അതായത് നമുക്ക് പ്ലാനറ്റുകളെ ഓർക്കാൻ വേണ്ടി മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ഇതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഡ് പഠിക്കാം. മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെർവ്ഡ് us 9 pizzas. ഇവിടെ മൈ, എം, മെർക്കുറി, വി, വീനസ്, ഇ, എഡ്യൂക്കേറ്റഡ്. കാരണം ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി, വീനസ്, അതുപോലെ തന്നെ എർത്ത് എന്നൊക്കെ തുടങ്ങിയത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ബ്ലോക്കുകളാണ്. നമ്മുടെ മെമ്മറിയിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ കയറാൻ പണിയാണ്. നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കയറാൻ എന്താണെന്നറിയോ? സ്റ്റോറീസ് ആണ്. ഒന്നെങ്കിൽ അത് സ്റ്റോറി ആവണം, അല്ലെങ്കിൽ അത് ഇമോഷൻ ആവണം. ഒന്നെങ്കിൽ സ്റ്റോറി ആവണം, അല്ലെങ്കിൽ ഇമോഷൻ ആവണം, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കണം. ഈ 3 രീതിയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഉപ്പയൊക്കെ പണ്ട് പറഞ്ഞ കഥ നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം അത് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടാവും. കാരണം അത് ഇമോഷനാണ്. ചിലപ്പോൾ നല്ല ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർ വേറെ ആയിരിക്കും, പക്ഷെ ഇഷ്ടമുള്ള ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഓർമ്മ. അത് ഇമോഷനാണ്. പാട്ട് ABCDEFG ഇപ്പോഴും നമ്മൾ ഓർമ്മ നിൽക്കുന്നത് അത് പാട്ടായി പഠിച്ചതുകൊണ്ടാണ്. ഇപ്പം ഈ 3 കാര്യങ്ങളാണ് ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതിലൂടെ പഠിപ്പിക്കുക എന്നുള്ള. അപ്പോൾ ഇങ്ങനെ കോഡ് ഉണ്ടാക്കി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി മെമ്മറിയിലേക്ക് കയറും. അത് ഒരു ടെക്നിക്കാണ്. ഇത് പീരിയോഡിക് ടേബിൾ. ഇപ്പോൾ അഡോളസെന്റ് പാരൻസ് പറഞ്ഞു, കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണ് പീരിയോഡിക് ടേബിൾ. ഇത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇതിലെ എല്ലാ എലമെന്റ്സും ഞാൻ പറയും. ഞാൻ എങ്ങനെ പഠിച്ചിട്ട് എന്ന് ചോദിച്ചാൽ ഇതിനെ കോഡാക്കി പഠിച്ചതാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചുതരാം. അപ്പോൾ ഇത് നോക്കുക. ഇതിനെ ലേസി ഗ്യാസസ് എന്നാണ് പറയുക.
ലേസി ഗ്യാസസ്: ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇതിനെ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇതിനെ ഞാൻ പഠിച്ചത് ഹേ എച്ച് അല്ല കേട്ടോ, എച്ച് എന്നല്ല, ഹേ. നീ ആര്? നീ ആര്? ഹേ നീ ആര്? കൃഷ്ണനോ? ക്രിപ്റ്റോൺ, കൃഷ്ണൻ. സീതയോ? സെനോൺ. രാമനോ? റെഡോൺ. കഴിഞ്ഞു പരിപാടി. ഹേ നീ ആര്? ഹേ നീ ആര്? കണ്ടോ, ഹേ നീ ആര്? കൃഷ്ണനോ? സീതയോ? രാമനോ? ഓക്കെ, എത്ര വണ്ടർഫുൾ ആയി പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ്. കുട്ടികൾ തന്നെ സ്റ്റോറി ബിൽഡ് ചെയ്യണം. നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണെന്ന് പറയുന്നത്, കുട്ടികൾക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അവസാന സമയത്തായിരിക്കും ഭയങ്കര പോരാട്ടമായിരിക്കും അല്ലേ? ആക്ച്വലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മെമ്മറി ഈ ഒരു ഫോർഗറ്റിംഗ് കർവ് ഉള്ളത് കൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് വളർത്തി കഴിഞ്ഞാൽ ശരിക്കും പഠിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സമയത്തൊക്കെയാണ് മറന്നു പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ കുട്ടികളോട് ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കാൻ പറയാം. നിങ്ങൾ ചെറിയ ഫ്ലാഷ് കാർഡ് പോലെയുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടും, അതിൽ നോട്ട് ഉണ്ടാക്കാൻ പറയാം. എന്നിട്ട് ഈ മറന്നു പോകുന്ന ഇന്റർവെല്ലുകളിൽ അതൊന്ന് ഇടയ്ക്ക് എടുത്തു നോക്കാൻ പറയാം. എടുത്തു നോക്കിയാൽ എന്ത് സംഭവിക്കും? ഈ കർവ് വീണ്ടും മുകളിലേക്ക് പോകും. ഉദാഹരണത്തിന് ഈ കർവ് താഴുന്നത് ഇവിടെയാണ്. ഒരു കാര്യം പഠിച്ചു, 20 മിനിറ്റ് കഴിഞ്ഞു, ഒന്ന് എടുത്തു നോക്കി, മുകളിലേക്ക് പോയി. വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കി, വീണ്ടും മുകളിലേക്ക് പോയി. അപ്പൊ ഈ റിപ്പീറ്റഡ് ഇന്റർവെല്ലില് റിവിഷൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. ശരിക്കും അത് പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പാട്ട് പഠിച്ചത് കോഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ, ആണോ? ഹരിമുരളി ഇവരോ എഴുതി, ഹരി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ്, മുരളി വേറെ നടനാണ്, അങ്ങനെ പഠിച്ചിട്ടാണോ നിങ്ങൾ പാട്ട് പഠിച്ചത്? ആണോ? അല്ലല്ലോ. അപ്പോ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും കേൾക്കുന്നുകൊണ്ടാണ്. അത് പഠിക്കാനുള്ള എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പീറ്റഡ്, ഇതിനെയാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുക. ഈ സമയങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യത്തെ റിപ്പീറ്റേഷൻ ലേണിംഗ് കഴിഞ്ഞ ഉടനെ നടത്തണം. രണ്ടാമത്തെ റിപ്പീറ്റേഷൻ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നടത്തണം. മൂന്നാമത്തെ റിപ്പീറ്റേഷൻ ഒരു ഡേ കഴിയുമ്പോൾ നടത്തണം. ഫോർത്ത് റിപ്പീറ്റേഷൻ 2-3 വീക്ക് കഴിയുമ്പോൾ നടത്തണം. ഫിഫ്ത്ത് റിപ്പീറ്റേഷൻ 5 മന്ത് കഴിയുമ്പോൾ നടത്തണം. ഇത് നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സാധനം അവിടെ കിടന്നോളും. നിങ്ങൾ കാണാതെ പഠിക്കല്ല വേണ്ടത്. ഇത് ബ്രെയിനിന് ഓട്ടോമാറ്റിക്കലി അറിയാം ഇത് സ്റ്റോർ ചെയ്യേണ്ട സാധനമാണ്. ഓക്കെ, ഭയങ്കര മെനക്കെട്ട് പഠിക്കാനുള്ള സാധനമല്ല. നമ്മുടെ ബ്രെയിനിനെ അറിയാത്തത് കൊണ്ടാണ് ലേണിംഗ് ഡിഫിക്കൽട്ടായി പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടെക്നിക്, ഇതിനെ പറയുന്ന പേരാണ് ചങ്കിങ് എന്ന് പറയാ. ചങ്കിങ് ചങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹേ ചങ്കേ. ആ ചങ്കല്ല, ഈ ചങ്ക് വേറെ ചങ്ക്. ചങ്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ പീസാക്കി പഠിക്കുക. നമ്മുടെ മെമ്മറിയിൽ 7 ഇൻഫർമേഷൻ മാത്രമേ കയറുള്ളൂ. 7 ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കയറുക. അപ്പൊ ചങ്കിങ് ചെയ്ത് പഠിച്ച ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അറിയാണ്ട് ചങ്കിങ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും? ഫോൺ നമ്പർ നിങ്ങൾ ചങ്ക് ചെയ്തിട്ടാ പഠിച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ ശരിക്കും 10 ഡിജിറ്റ് ഇല്ലേ? പക്ഷെ 7 കാര്യങ്ങൾ മാത്രമേ നമുക്ക് മെമ്മറിയിൽ അറ്റ് എ ടൈം കയറുള്ളൂ. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പരിപാടി എന്താ? 99, 46. അത് അപ്പൊ 5 യൂണിറ്റായി മാറി. ശരിക്കും അങ്ങനെ പഠിച്ചത് എന്തിനാന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആക്ച്വലി അതിന്റെ റീസൺ അതാണ്. അപ്പൊ ചങ്ക് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ചങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളാക്കി മുറിച്ച് പഠിക്കുക. അത് എവിടെയാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ സയൻസിലാണ് ഇത് ഏറ്റവും കൂടുതൽ പഠിക്കുക. +2 നിങ്ങൾ എടുക്കുന്ന സമയത്ത് സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ആക്ച്വലി സയൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ? സയൻസ് വന്നിരിക്കുന്നത് ലാറ്റിൻ ഓർ ഗ്രീക്കിൽ നിന്നായിരിക്കും. അപ്പൊ ചില റൂട്ട് വേർഡ് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനം ഗസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കാർഡ് എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ, കാർഡിയം എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ അത് എന്ത് റിലേറ്റഡ് ആണ്? ഹാർട്ട് റിലേറ്റഡ് ആണ് അല്ലെ? കാർഡിയം. എന്ത് കാർഡിയം എന്ന് കേട്ട് കഴിഞ്ഞാലും കാർഡിയം. പെരികാർഡിയം. എന്തായിരിക്കും പെരികാർഡിയം? ആ പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെരിമീറ്റർ, പുറത്തുള്ള, അല്ലെങ്കിൽ പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത് എന്നാണ്. അപ്പോൾ ഹേർട്ടിന് പുറത്തുള്ള ആവരണമാണ് എന്ത്? പെരികാർഡിയം. ഇത്രയേ ഉള്ളൂ. അതിന് നമ്മൾ വെറുതെ കാണാതെ പഠിക്കും. എന്താണ് ശരിക്കും വാക്കുകളെ മുറിച്ചിട്ടാണ് സയൻസ് പഠിപ്പിക്കേണ്ടത്. ഞാൻ വളരെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സ്കോപ്പ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ?
സ്റ്റെതസ്കോപ്പ്, പെരിസ്കോപ്പ്, ടെലിസ്കോപ്പ്. എന്താ ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ? കാണുന്നത് എന്നാണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ആ വാക്കുകൾ നോക്കിയാൽ മതി. മൈക്രോ, മൈക്രോ ചെറുത്, ചെറിയ സാധനം കാണുന്നതിന് മൈക്രോസ്കോപ്പ്. പെരിസ്കോപ്പ്, നേരത്തെ പറഞ്ഞു പെരി എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത് കാണുന്നത്. എന്ത്? നമ്മൾ സബ്മറൈൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് പുറത്തുള്ളത് കാണുന്നതിനാണ് പെരിസ്കോപ്പ്. ഇത്രയേ ഉള്ളൂ. ടെലിസ്കോപ്പ്, ടെലി എന്ന് പറഞ്ഞാൽ എന്താ? ടെലി എന്ന് പറഞ്ഞാൽ ദൂരെ എന്നാണ്. ടെലിസ്കോപ്പ് ദൂരെ ഉള്ളത് കാണുന്നത്. ടെലിഫോൺ എന്താ? ദൂരെ ഉള്ളത് കേൾക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ സയൻസ് പഠിക്കേണ്ട ഒരു മെത്തേഡാണ് മെമ്മറി ടെക്നിക്. അപ്പൊ കുട്ടികളെ ഒരിക്കലും കാണാതെ പഠിപ്പിക്കരുത്. സയൻസ് പഠിപ്പിക്കുമ്പോൾ ചങ്കിങ് എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെ ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുന്നത്. ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഫ്ലാഷ് കാർഡ്സ് ഒന്നുമില്ല. ഫ്ലാഷ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് എടുക്കുക. ആ കാർഡിന്റെ ഒരു സൈഡിൽ അതിന്റെ ഡെഫിനീഷൻ എഴുതുക, മറ്റേ സൈഡിൽ അതിന്റെ ആൻസറോ അല്ലെങ്കിൽ അതിന്റെ ഇമേജോ എഴുതുക. എന്നിട്ട് അങ്ങനെയുള്ള കാർഡുകൾ മേക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാർഡ് മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇടയിൽ ഇത് ഓരോന്നായിട്ട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ള മെച്ചം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? പക്ഷെ ഇതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ് ഇങ്ങനെ ഇടയിൽ നിന്ന് പഠിച്ച കാര്യം? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടയിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ മൊത്തം പഠിക്കും, അതിനുശേഷം ഇടയിൽ 7 into 8 അല്ലേ, 8 into 5 ഇങ്ങനെ ചോദിക്കും. അതെന്തിനാണ്? നമ്മുടെ ബ്രെയിൻ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഇടയിൽ നിന്നുള്ള കാര്യങ്ങൾ മിക്കവാറും CBSE സ്കൂളിലെ കുട്ടികൾ പലപ്പോഴും ഞാൻ കാണുന്നതാണ്. അവർ പഠിക്കുക എങ്ങനെയാണെന്നറിയോ? ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പഠിച്ചു പോകും, ഉത്തരം മാത്രം പഠിച്ചു പോകും. ചോദ്യം ഒന്ന് നേരെ തിരിച്ചു ചോദിച്ചാൽ മതി, പെട്ടു. നിങ്ങളുടെ കുട്ടികളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം അവർ ഉത്തരം മാത്രമാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ ഇടയിൽ നിന്നാണ് വേണ്ടത് ചോദിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മെമ്മറിയിൽ ഇത് റിട്രീവ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ടെക്നിക്, ഇത് നിങ്ങളെയും കൂടി ഞാൻ പഠിപ്പിക്കാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ടെക്നിക്ക്. ഇതിനെയാണ് പെഗ് സിസ്റ്റം എന്ന് പറയാം. പെഗ് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഈ പെഗല്ല ഈ പെഗല്ല കേട്ടോ. പെഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പിന്നെ ക്യാമ്പൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു കുറ്റിയിൽ തറച്ച് കെട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? പെഗ് എന്ന് പറയാം. കുറ്റിയിൽ തറച്ച് കെട്ടുന്നതിനെയാണ് നമ്മൾ പെഗ് എന്ന് പറയാം. ഈ പെഗ് സിസ്റ്റം ഞാൻ നിങ്ങളിലൊന്ന് വർക്കൗട്ട് ചെയ്ത് തരാം. വളരെ സിമ്പിൾ ആണ്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇത് എന്താ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഓർഡറിൽ കാര്യങ്ങൾ പഠിക്കാനാണ്. ഇപ്പൊ ഇടയിൽ നിന്ന് 5ാമത്തത് എന്താണ്, 6ാമത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന രീതിയാണ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എൻട്രൻസിൽ പല കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ റിട്രീവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പെഗ് സിസ്റ്റം എന്ന് പറയുക. പെഗ് സിസ്റ്റത്തിൽ ചെയ്യേണ്ടത് ഓരോന്നിനും നമ്മൾ ഓരോ ഇമേജ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, എപ്പോഴും 1ന് നമ്മുടെ മനസ്സിൽ വരേണ്ട ഇമേജ് എന്താ? 1 എന്ന് പറഞ്ഞാൽ ബൺ എന്നായിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, ഞാനിത് നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചത് എളുപ്പമാണ്. 1 ബൺ. ഓക്കെ, മറക്കരുതേ, ഒന്ന് മനസ്സിൽ വിചാരിച്ചോ. 1 ബൺ. ഓക്കെ, സെക്കൻഡ് 2 ഷൂ. 2 ഷൂ. ആ പേര് തന്നെ നോക്കിയാൽ മതി. 2 ഷൂ. 3 ട്രീ. 3 ട്രീ. 4 ഡോർ. 5 ഹൈവ്. ഹൈവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തേനീച്ച കൂടാണ് ഹൈവ്. ആൻഡ് 6 സ്റ്റിക്ക്. സ്റ്റിക്ക്. 7 ഹെവൻ. ഹെവൻ സ്വർഗം. 8 ഗേറ്റ്. 8 ഗേറ്റ്. 9 വൈൻ. 9 വൈൻ. 10 ഹെൻ. ഈ സാധനം എപ്പോഴും ഫിക്സഡ് ആണ്. ഈ സാധനത്തിലേക്കാണ് നമ്മൾ പഠിക്കേണ്ട കാര്യത്തിന് എന്ത് ചെയ്യുക? വലിച്ചു കെട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? പെഗ് എന്ന് പറയുന്നത്. പെഗിലേക്കാണ് നമ്മൾ എപ്പോഴും വലിച്ചെത്തുക. ടെൻ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അടിക്കുന്ന കുറ്റീനെയാണ് പെഗ് എന്ന് പറയുക. അപ്പൊ ഈ സാധനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒന്ന് പറയാൻ പറ്റുമോ? 1 ബൺ. 2 ഷൂ. ഷൂ. 3 ട്രീ. 4 ഡോർ. 4 ഡോർ. 5 ഹൈ. 6 സ്റ്റിക്ക്. 7 ഹെവൻ. 8 ഗേറ്റ്. 9 വൈൻ. 10 ഹെൻ. പേരൊക്കെ കൊടുത്തത് ശ്രദ്ധിച്ചറിയാം. 1ഉം ബണ്ണും എന്താണ്? സൗണ്ടിങ് സിമിലർ ആണ്. ഇത് എപ്പോഴും പഠിക്കേണ്ടത് ഈ സാധനം തന്നെയാണ്. ഇതിലേക്കാണ് വലിച്ചു കെട്ടേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിഷ്വലൈസ് ചെയ്ത് തരാം. നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക. നിങ്ങളെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കാം. ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പെൻ എന്നുള്ളത്
പെൻ, അവിടെ എന്തായിരുന്നു ഫസ്റ്റത്തെ സാധനം? ബൺ. ഒരു ബണ്ണിൽ ഒരു പെന്ന് കുത്തി വെക്കുന്ന രീതിയിൽ ഒന്ന് സങ്കല്പിക്കുക. ബണ്ണില് ഒരു പെന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബണ്ണില് പെൻ കുത്തി വെച്ചിട്ടുണ്ട്, അത് മണ്ണാണ്. ഓക്കെ, ടു എന്തായിരുന്നു? ഷൂ. ഇവിടെ എന്താണ്? എലിഫന്റ് ആണ്. അപ്പൊ എലിഫന്റ് ഒരു ഷൂ ഇട്ട് നടക്കുന്ന ഇതാണ് നോക്കേണ്ടത്. എലിഫന്റ് ഷൂ ഇട്ട് നടക്കുന്നു. അവിടെ 3 എന്തായിരുന്നു? ട്രീ ആണ്. ഇവിടെ എന്താ? ആപ്പിൾ. അപ്പൊ സുഖായി, ആപ്പിൾ ട്രീ. അവിടെ 4 എന്തായിരുന്നു? 4 ഡോർ ആയിരുന്നു. ഇവിടെ എന്താണ്? ഗിത്താറാണ്. അപ്പൊ ഡോറിന്റെ മുമ്പിൽ ഒരു ഗിത്താറ് ഇരിക്കുന്നത് വിചാരിക്കാം. 5 ഹൈവ് ആണ്. ഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂടാണ്. ആ തേനീച്ചക്കൂടിന്റെ അടിയിൽ ഒരു പുസ്തകം ഇരിക്കുന്ന പോലെ, ബുക്കാണ് 5 ഉള്ളത്, തേനീച്ചക്കൂടിന്റെ അടിയിൽ ഒരു പുസ്തകം ഇരിക്കുന്നത് പോലെ വിചാരിക്കാം. 6 സ്റ്റിക്കാണ്. ഇവിടെ സച്ചിനാണ്. സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റിക്ക് എടുത്തിട്ട് ബാറ്റ് ചെയ്യുന്നത് പോലെ വിചാരിക്കാം, സ്റ്റിക്ക്. 7 ഹെവൻ ആണ്. ഹെവനിൽ ഇങ്ങനെ അംബർല, ഒരു സ്വർഗത്തിൽ ഇങ്ങനെ അംബർല വിരിച്ചിരിക്കുന്നത് പോലെ വിചാരിക്കാം. ഓക്കെ, 8 ഗേറ്റ് ആണ്. ഗേറ്റിൽ മലയാള മനോരമ ന്യൂസ് പേപ്പർ ആണ് ഉള്ളത്. മലയാള മനോരമ ന്യൂസ് പേപ്പർ ഇട്ടത് വിചാരിക്കാം. 9 വൈൻ ആണ്. വൈൻ, വി.ഡി. സതീശൻ വൈൻ കുടിക്കുന്നത് വിചാരിച്ചാൽ മതി. ഓക്കെ, 10 ഹെന്നാണ്. ഇവിടെ ബസ്സാണ്. ഒരു ബസ്സിൽ മൊത്തം ഹെന്നുള്ളത് വിചാരിക്കാം. ഇനി നിങ്ങൾ ഇതിനൊന്ന് ഒരു ഇമേജിനെ റീകളക്ട് ചെയ്ത് നോക്കിക്കുക. ഞാൻ ചോദിക്കാം, ഇമേജിനെ ഒന്നുകൂടി റീകളക്ട് ചെയ്ത് നോക്കുക. ആ 10 എണ്ണവും കിട്ടുന്നുണ്ടോ നോക്കുക. ഫസ്റ്റത്തത് ബൺ പെൻ അല്ലേ? ബൺ പെൻ. ഫസ്റ്റ് ബൺ പെൻ. സെക്കൻഡ് ടു ഷൂ എലിഫന്റ്. കിട്ടി, 2 ഷൂ എലിഫന്റ്. 3 ട്രീ ആപ്പിൾ. കിട്ടി. 4 ഡോറിന്റെ മുമ്പിൽ ഗിത്താർ. 5 ഹൈവിന്റെ അടിയിൽ ബുക്ക്. 6 സ്റ്റിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ. 7 ഹെവനില് അംബർല. 8 ഗേറ്റില് മനോരമ. 9 വൈൻ വി.ഡി. സതീശൻ. 10 ഹെൻ ബസ്. ഇനിയിപ്പോ നിങ്ങളോട് എവിടെയെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. 6 എന്താ? 6 സ്റ്റിക്ക് സച്ചിൻ. 3 ട്രീ ആപ്പിൾ. കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ബ്രെയിനിനെ എങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് അറിയാത്തതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഞാൻ 5 ടെക്നിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും ഫ്ലൂയിഡ് ഇന്റലിജൻസും. ഫ്ലൂയിഡ് ഇന്റലിജൻസ് വളർത്താൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു ടിപ്പും കൂടി പറയാം. ഒരു ഫ്യൂച്ചർ റെഡി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 4 കാര്യങ്ങളാണ് നിങ്ങൾ കുട്ടികളിൽ പഠിപ്പിക്കേണ്ടത്. ആ കാര്യങ്ങളിൽ ഡെവലപ്പ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിക്കുകയാണ്. കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ആദ്യത്തെ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കുട്ടിയെ എപ്പോഴും നമ്മൾ ക്യൂരിയസ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. കുട്ടിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കണം. ഒരു സിനിമ കാണുമ്പോൾ ഇയാൾ എടുത്ത ഡിസിഷൻ നല്ലതാണോ എന്ന് ചോദിക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പാരൻസ് തന്നെ ക്യൂരിയസ് ആക്കുക. കാരണം ഈ ക്യൂരിയോസിറ്റിയാണ് മറ്റുള്ള സ്കില്ലുകളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത്. ഏത് സ്കില്ല് പഠിക്കണമെങ്കിലും ക്യൂരിയോസിറ്റിയാണ് ഉറവിടം. രണ്ടാമത്തെ കാര്യം എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ആസ്ക് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നല്ല കുട്ടിയായിട്ട് വളർത്തണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക. മൂന്നാമത്തത് കുട്ടിയെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ തിങ്ക് ഡിഫറൻ്റ് എന്നുള്ള ലോഗോ ടാഗ് ലൈൻ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആപ്പിളിന്റെ ടാഗ് ലൈൻ ആണ് തിങ്ക് ഡിഫറൻ്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടി, നിങ്ങൾ വിചാരിക്കും എല്ലാവരും പോകുന്ന വഴിയാണ് ശരിയെന്ന്, പക്ഷെ എല്ലാവരും പോകുന്ന വഴിയല്ല ശരി. ചിലപ്പോൾ വേറിട്ട് നടന്നവനായിരിക്കും ശരി എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു കുട്ടി കോവിഡ് സമയത്താണ്, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവൻ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഇതേപോലെ പാരന്റ് വളരെ ഹൈപ്പർ ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് വരികയാണ്. പിന്നെ കോവിഡ് സമയമായപ്പോൾ നല്ല മൊബൈൽ യൂസേജ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. അവൻ കുറേ വീഡിയോസ് കാണുന്നു, ഒരു 6-7 മണിക്കൂർ വീഡിയോസ് റീൽസ് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ ടേസ്റ്റുകളും ഇൻട്രസ്റ്റുകളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അവന് കോഡിങ്ങിനോടാണ് ഭയങ്കര താല്പര്യം എന്ന്. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒരു കോഡിങ് കോഴ്സിലേക്ക് അവരെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ കോഡിങ് കോഴ്സ് എടുത്തു. ആ കോഡിങ് കോഴ്സ് എടുത്തപ്പോഴേക്കും ഗൂഗിളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് വിളിച്ചു. അങ്ങനെ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അവൻ ചെയ്തു. പിറ്റത്തെ വർഷം അവൻ ഗൂഗിളിൽ ഇൻറ്റേൺ ആയിട്ട് കയറി. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഗൂഗിളിൽ ഇൻറ്റേൺ ആയിട്ട് കയറി.
അങ്ങനെ 8ാം ക്ലാസ് എത്തിയപ്പോഴേക്കും അവൻ പഠിപ്പ് നിർത്തി ഗൂഗിളിൽ ഇപ്പോൾ സ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാരൻസ് എടുത്തൊരു കറേജാണ്. ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു പാഷൻ കൊണ്ട് വന്നതാണ്. അപ്പം നമ്മൾ പറയുന്ന ഡിഗ്രി ഒന്നും അല്ല ശരിക്കും കാര്യം എന്ന് പറയുന്നത്, സ്കില്ലാണ്, സ്കിൽ സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം. പല പാരൻസും ആ ധൈര്യം കാണിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് ആ പാരൻസ് കാണിച്ചത് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യമായിരുന്നു. സ്കൂളിൽ വിടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനാണ്. ക്ലബ് ആക്ടിവിറ്റി ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, എന്തോ ആവട്ടെ, മാക്സിമം കുട്ടിയെ എന്ത് ചെയ്യുക, കുട്ടിയെ പുഷ് ചെയ്യാന്നല്ല, കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പഠിപ്പിക്കുക. സോ അങ്ങനെ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ്. തൽക്കാലം എന്നെ കൊണ്ട് ഒതുങ്ങി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എനിവേ താങ്ക് യു സോ മച്ച്.